തിളങ്ങുന്നൊരു ഗ്ലോയിങ് സ്കിന്ന് ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനൊരു സ്കിൻ അച്ചീവ് ചെയ്യാൻ നോക്കിയാലോ? ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ചലഞ്ചിൻ്റെ ആദ്യ ഡേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്, തൈരാണ് നമ്മുടെ താരം. ആ തൈര് വെച്ചിട്ടാണ് നമ്മൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എല്ലാ ദിവസവും അല്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത്. അപ്പോൾ ആദ്യ ദിവസം നമ്മൾ ഒരു ഹൈഡ്രേഷനാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഫേസിൽ ഈ വീഡിയോയിൽ. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ ക്ലെൻസിങ്ങും ഡീറ്റാനിങ്ങും സ്കിൻ ബ്രൈറ്റനിങ്ങും എല്ലാം നമ്മൾ തൈര് കൊണ്ടിട്ടാണ് ചെയ്യാൻ പോണത്. അതിൽ പിന്നെ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ഉൾപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും മിസ്സാക്കാതെ ഫുൾ വീഡിയോ കാണണം. അതിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഫോളോ ചെയ്ത് പോവേണ്ടത്, എങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗ്ലോ സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, ഒട്ടും ലേറ്റ് ആക്കണ്ട. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന കേട് തൈരാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വച്ചിരുന്ന നല്ല തണുപ്പുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തണുപ്പില്ലാത്ത എടുക്കാം. പക്ഷേ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, തൈര് ഒരിക്കലും ചീത്തായ തൈര് എടുക്കരുത്. കേടായ കേടെടുക്കാൻ പാടില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടിയോ നിങ്ങൾക്ക് പച്ച മഞ്ഞളോ എടുക്കാം. കറിക്ക് എടുക്കുന്ന മഞ്ഞൾ എടുക്കണ്ട. പിന്നെ നമ്മൾ എടുക്കുന്നത് ഹണിയാണ്. ഈ 3 സംഭവങ്ങളാണ്. ഇത് മിക്ക വീടുകളിലും സുലഭമായിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഏത് പാക്ക് ഇടുന്നതിന് മുന്നേയും നമ്മൾ കൈ കൊണ്ടാണ് ഇടുന്നതെങ്കിൽ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം, ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഒരു മൈൽഡ് ക്ലെൻസർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു കടലമാവൊക്കെ ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം. നിങ്ങൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ക്ലെൻസർ തന്നെ ഉപയോഗിക്കണം കേട്ടോ, എന്നാലേ അഴുക്കൊക്കെ നന്നായിട്ട് പോകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് എന്തായാലും ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, അത് മറക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട്. നമ്മൾ ഈ തൈരെന്ന് പറയുന്നത് നമ്മുടെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും കേട്ടോ. നമ്മളെ പോഴ്സിലോട്ട് ഇറങ്ങി നന്നായിട്ട് ഡേർട്ടൊക്കെ വലിച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ തൈരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അത് മാറുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവും. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്ന ടെർമറിക്, അതെന്ന് പറയുന്നത് സ്കിന്ന് ഗ്ലോ ആവാനും നന്നായിട്ട് സ്കിന്നിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ചുവപ്പ് നിറമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നീരി വീക്കം പോലെയൊക്കെ കാണും. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഏജിൻ്റെ സൈൻസ് കുറയ്ക്കാനും എല്ലാം ഫൈൻ ലൈൻസ് റിങ്കിൾസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടെർമറിക് ഹെൽപ്പ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹണിയാണ്. സ്കിന്ന് മോയ്സ്ചറൈസ് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ബാക്ടീരിയയൊക്കെ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് ഹണിക്ക്. പിന്നെ പാടുകൾ മാറാനും നമ്മുടെ ഹണി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഈ മിക്സ് നമ്മൾ ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒരു നമ്മൾ അപ്വേർഡ് മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനും നമ്മുടെ സ്കിന്നൊന്ന് ലിഫ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് ലഭിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മസാജിൻ്റെ ഗുണങ്ങൾ അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. നമ്മൾ നന്നായിട്ട് ഈ ഒരു മിക്സ് ഉപയോഗിച്ചാണ് മസാജ് ചെയ്യണത്. പിന്നെ ഈ തൈരും ഹണിയും മഞ്ഞളിൻ്റെ കൂട്ടെന്ന് പറയുന്നത് പല ആൾക്കാരും പ്രൊമോട്ട് ചെയ്ത കാര്യങ്ങളാണ്. പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നോക്കിയാലും അവർക്ക് അന്ന് ക്ലിയർ ആകാനും സ്കിന്ന് ട്രാൻസ്ഫോം ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ഹണിയും മഞ്ഞളും തൈരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ 7 ദിവസം ഒരു ചലഞ്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ ആ ചലഞ്ച് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ ആദ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അപ്പം ഫേസിലുള്ള തൈരൊക്കെ നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ടൊരു പാക്ക് പോലെ നമ്മുടെ ഫേസിൽ ഓൾ ഓവർ ദ ഫേസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യണത്.
ഇത് നമ്മൾ പാക്ക് പോലെ അടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലിരുന്നിട്ട് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിനുള്ള നമ്മുടെ പോഴ്സിൽ നിന്ന് ഡെഡ് സ്കിൻസും സെൽസ് മാറ്റാനും മോയ്സ്ചറൈസ് ആക്കി വെക്കാനും നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ പാടുകളിൽ അത് മാറ്റാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ ഒന്ന് കൂട്ടാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. നമ്മളിതൊരു പാക്ക് പോലെ ഇട്ടിട്ട് ഇതൊരു 10-15 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് സാധാ വെള്ളം അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ നിങ്ങൾക്ക് കഴുകിക്കളയാമെന്നാണ്. ഞാൻ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് പാക്ക് ഇട്ടാലും നിങ്ങൾ നെക്കിൻ്റെ പോർഷനിൽ ഇടാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, മെയിനായിട്ടുള്ള കാര്യം, തൈര് അലർജി ഉള്ളവർ ഇതിടാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെവിയുടെ ബാക്കിലായിട്ടോ വാച്ച് കിട്ടുന്ന ഭാഗത്തിൽ റിസ്റ്റിൻ്റെ ആ ഭാഗമായിട്ടോ നമുക്കൊരു അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ഇട്ട് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇടണ്ട കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ടൊമാറ്റോയിൽ അതിൻ്റെ എടുക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്കിതിന് പകരം ഇത് ചെയ്യാം. അതിൻ്റെ റിസൾട്ടും സൂപ്പറായിരിക്കും, അടിപൊളിയാണ്. ഇതിൻ്റെ അതേ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനിത് ഫേസിലൊരു 10 മിനിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറു ചൂടുവെള്ളമോ പച്ചവെള്ളമോ സാധാ വാട്ടറിൽ അതിലോ കഴുകുക. ഞാൻ എന്തായാലും പച്ചവെള്ളത്തിലാണ് കഴുകാൻ പോണത് കേട്ടോ. ചൂടുവെള്ളത്തിൽ കഴുകിയാലും ചെറു ചൂടുവെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കഴിവതും പാക്കൊക്കെ ഇട്ടിട്ട് വെളിയിൽ വെയിലത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. വെയിലത്ത് പോകുന്നവരാണെങ്കിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടണം. പിന്നെ നിങ്ങൾ കഴിവതും വൈകുന്നേരമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. വെയിലത്ത് പോണ ആൾക്കാരാണെങ്കിൽ എന്തായാലും നമ്മൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്യണം. ഞാൻ വെയിലത്ത് പോകുന്ന സമയത്ത് പാക്ക് ഇടുന്നെങ്കിൽ ഞാൻ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാവേ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഫേസിൽ ഞാൻ ഈ പാക്ക് ഇട്ടതിന് ശേഷം. എനിക്കിപ്പോൾ തന്നെ നല്ലൊരു മാറ്റം. നിങ്ങൾ ബിഫോറും ആഫ്റ്ററും എന്തായാലും എടുത്ത് നോക്കണേ, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സാധാ വെള്ളത്തിലൊന്ന് നിങ്ങൾ കണ്ടോ, സ്കിന്ന് നല്ല ഗ്ലോ ആയി കേട്ടോ. നല്ല ഒരു ഫ്രഷ് ലുക്കുണ്ട് കേട്ടോ. ഉള്ളിൽ നിന്ന് വരുന്നൊരു ഫ്രഷ് ലുക്കില്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മിസ്സാക്കാതെ ഈ 7 ഡേ ചലഞ്ച് ഒന്ന് ചെയ്ത് നോക്കണേ. ബിഫോർ നിങ്ങളൊരു പിക്ചർ ഫോട്ടോയിലെടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ഈ 7 ഡേയ്സ് കഴിഞ്ഞിട്ട് ഉള്ളൊരു പിക്ചറും എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് തന്നെ നല്ല ഒരു റിസൾട്ട് ഉറപ്പാണ്. അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് നിങ്ങൾ എന്തായാലും ബിഫോറും ആഫ്റ്ററും ഒന്ന് നോക്കണേ. അടിപൊളി റിസൾട്ടാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഡേ 2 കാണാം. എന്തായാലും കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ബൈ.